ബിന്ദു കൃഷ്ണ, കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ബിന്ദു കൃഷ്ണ, ധാർമ്മികത വെച്ച് അവനവൻ തീരുമാനിക്കണമെന്ന് പി കെ ശ്രീമതി പറയുകയാണ്. ധാർമ്മിക ബോധം വെച്ച് തീരുമാനിക്കണമെന്നും പി കെ ശ്രീമതി പറഞ്ഞു വെക്കുകയാണ്. മുകേഷിനെതിരെ ഉയർന്ന ആരോപണം ചെറുതല്ല, അതീവ ഗൗരവതരമാണ്. പക്ഷേ പാർട്ടി മുകേഷിനെ സംരക്ഷിക്കുകയാണ്. അങ്ങേയൊരു ആവശ്യം ഔദ്യോഗികമായി പാർട്ടി എടുത്തിട്ടുമില്ല. അതെ, തീർച്ചയായും കേരളത്തിൽ ഇടതുപക്ഷം സ്ത്രീപക്ഷമാണെന്ന വായ്ത്താരി നിരന്തരം ഉയർത്തുമ്പോഴും സ്ത്രീ പീഡന കേസുകളിൽ പീഡകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് നാളിതുവരെയുള്ള കാര്യത്തിൽ വിശേഷിച്ച് CPM-കാർ പ്രതികളായി വരുന്ന കേസുകളിൽ ഈ സർക്കാർ എടുക്കുന്നത്, പിണറായി സർക്കാർ എടുക്കുന്നത്. അത് കേവലമായൊരു രാഷ്ട്രീയ ആരോപണമല്ല. മുകേഷിന്റെ കാര്യത്തിലേക്ക് കടന്നു വന്നാൽ എല്ലാ ഘട്ടത്തിലും ഈ കേസ് സംബന്ധിച്ച് FIR രജിസ്റ്റർ ചെയ്ത സമയം മുതൽ മുകേഷിനെ പൂർണ്ണമായും സംരക്ഷിക്കുകയാണ്. മുകേഷിന് മുൻകൂർ ജാമ്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്തെ കുമാരപുരത്തെ മാധവം എന്ന വീടിന് പോലീസ് കാവൽ നിൽക്കുക. ഈ നാട്ടിലൊരു സാധാരണക്കാരൻ IPC 376 കേസിൽ പ്രതിയായാൽ, നോൺ ബെയിലബിൾ, ഇത്രയും ഗുരുതരമായ സ്ത്രീ പീഡന ആരോപണത്തിൽ ബലാത്സംഗ കേസിൽ പ്രതിയായാൽ ഈ ആനുകൂല്യം കിട്ടുമോ? ഭരണകക്ഷി MLA എന്ന നിലയിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ ആളിന് എല്ലാ സംരക്ഷണവും ഒരുക്കുന്നു. അത് എറണാകുളം സെഷൻസ് കോടതിയുടെ ജഡ്ജ്മെന്റിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ചാലും അത് വ്യക്തമാകുന്നതാണ്. പോലീസും പ്രോസിക്യൂഷനും എങ്ങനെയാണ് വാളയാർ കേസ് അട്ടിമറിച്ചത്, വണ്ടിപ്പെരിയാർ കേസ് അട്ടിമറിച്ചത്, വടക്കാഞ്ചേരി കേസ് അട്ടിമറിച്ചത്, അതുപോലെയുള്ള രീതിയിൽ തന്നെയാണ് CPM-കാർ ആരോപണ വിധേയരാകുമ്പോൾ പോലീസിനെയും പ്രോസിക്യൂഷനെയും ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കുന്നു. അതോടൊപ്പം തന്നെ മുകേഷിന് മുൻകൂർ ജാമ്യം കൊടുത്ത വിധിക്കെതിരായി അപ്പീൽ പ്രധാനം. അതായത് ശ്രീമതി ബിന്ദു കൃഷ്ണ, ഈ ഇരയായ നടി ആവശ്യപ്പെട്ടിരുന്നു അത്തരത്തിൽ അപ്പീലിന് പോകുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പിന്നീട് അവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഒരു അട്ടിമറി ഭയക്കുന്നു എന്നവർ പിന്നീട് പ്രതികരിച്ച പശ്ചാത്തലമൊക്കെയുണ്ട്. ആ മുൻകൂർ ജാമ്യത്തിനെതിരെ അപ്പീൽ പോകണമെന്ന പ്രത്യേക അന്വേഷണ സംഘവും സർക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ അതിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്നതും ഇത്രത്തോളം ഈ നടനെ സംരക്ഷിക്കുന്നു സർക്കാർ എന്നതിന് ഉദാഹരണമാണ്. തീർച്ചയായും അതെ, അപ്പീൽ പോകുവാനുള്ള ധാർമ്മിക ബാധ്യത പ്രോസിക്യൂഷൻ ഉണ്ട്. പക്ഷേ അത് വേണ്ട എന്ന് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പറയുമ്പോൾ സ്ത്രീ പീഡകരോട് ഈ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് പകൽ പോലെ വ്യക്തമാണ്. ഒരു കേസിൽ ആരോപണ വിധേയനല്ല, നിരന്തരമായി സമാന സ്വഭാവങ്ങളുള്ള കേസുകളിൽ ആരോപണ വിധേയരാകുന്നവരെ നിയമം പറയുന്നത് ഹാബിച്വൽ ഒഫൻഡേഴ്സ് എന്നാണ്. ആ ശ്രേണിയിൽപ്പെട്ട ആളാണ് ഇപ്പോൾ ആരോപണത്തിന്റെ മുഖമറയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും മുകേഷ്. എന്നിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ CPM പോലൊരു പ്രസ്ഥാനം ശ്രമിക്കുമ്പോൾ കേരളത്തിലെ CPM സ്ത്രീ പീഡകർക്കൊപ്പമാണ്. അവരുടെ നേതാക്കന്മാർ വന്ന് ഞങ്ങൾ ഇരകൾക്കൊപ്പമാണ്, ഇരകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറയുന്നതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല. ആ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളും അതോടൊപ്പം രാഷ്ട്രീയ ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ അതിനും അപ്പുറത്തേക്ക് നിയമത്തിന്റെ സാധ്യതകളിലൂടെ പോലും അവരെ സംരക്ഷിച്ചെടുക്കാൻ ഈ സർക്കാർ ശ്രമിക്കുന്നത് കൊണ്ട് സ്വന്തക്കാരെ സ്ത്രീപീഡനം നടത്തിയാലും എന്ത് കുറ്റകൃത്യം ചെയ്താലും അവരെ സഹായിച്ചു കൊണ്ടുവന്ന നിലപാട് ഇത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും ധാർമ്മിക മൂല്യച്യുതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, അന്തസ് ലെവലേശമുണ്ടെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ മുഖം നഷ്ടപ്പെട്ട കൊല്ലം MLA രാജിവെക്കണം. ബിന്ദു കൃഷ്ണ, കോൺഗ്രസ് നേതാവാണ് ഈ വിഷയം ഇക്കാര്യം ആവശ്യപ്പെടുന്നത്. അരുൺ, അതാണ് ഇപ്പോൾ നമുക്കറിയാം, ഈ ഒരുപാട് സ്ത്രീപീഡന ആരോപണങ്ങളിൽ ഒട്ടും പുറകോട്ടല്ലാത്തൊരു പാർട്ടിയാണ് CPM. നിരവധി നേതാക്കൾ